ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസ കൺമണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കട്ടോ ചെയ്യുന്നത്. നിനക്ക് പ്രത്യേകിച്ചൊരു ക്യാബിൻ തരാം, നീ നീ ആരെവിടുത്തെ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ക്രിസ് സാറാണ് ക്യാബിൻ അനുവദിച്ചു തന്നത്. സാറ് പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ല മാഡം എന്ന് പറയുന്നു കേട്ടോ. കൃഷ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് അനുസരിക്കുമെന്ന് പറയുന്നു. അല്ല പിന്നെ എന്ത് ക്രിസ് സാർ എന്ന് പറയുന്നു, എം ഡി എന്ന് വിളിക്കടി എന്ന് പറയുന്നു. നിൻ്റെ മടിയിൽ ഇരുത്തിയിട്ടാണോ കൃഷിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്? നീ കുറച്ച് ഓവറാവല്ലേ കൺമണി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൺമണിക്ക് ഈ ഒരു സീറ്റ് എന്നോട് ചോദിക്കാതെയാണ് ക്രിസ് തന്നതെങ്കിൽ കൃഷി ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് പറയുന്നു. ആ സമയത്ത് ക്രിസ് സാഗർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്ത് മറുപടിയാണ് മാനസയ്ക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. കൃഷ് ഇങ്ങനത്തെ കാര്യങ്ങളാണോ ചെയ്യുന്നത്? ജികമായിട്ടുള്ള എൻ്റെ പദവിയുടെ കീഴിൽ വരുന്നവരാണിവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതും ചെയ്യേണ്ടതും ഞാനാണ്, അല്ലാതെ സാഗർ കൃഷല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മാനസ തോന്നിയതുപോലെ ചെയ്യുന്നുണ്ടല്ലോ. ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനും പുതിയൊരു ആഡ് കൊടുക്കാനൊന്നും നീ ആരോടും ചോദിക്കാണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ GM-ഉം ചെയർമാനും ഇവിടെ ഇരിക്കെ നിനക്ക് ഇവിടെ യാതൊരു തരം അധികാരമില്ല. ഞങ്ങളുടെ കീഴിൽ വരുന്നവളാണ് നീ. അതുകൊണ്ട് തന്നെ ഇനി മേലാൽ ഇമാതിരി പ്രശ്നങ്ങൾ ആവർത്തിക്കരുത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൺമണിക്ക് എൻ്റെ കീഴിൽ തന്നെയാണ് എൻ്റെ കീഴിലാണ് കൺമണി വരുന്നത്. അതുകൊണ്ട് തന്നെ കൺമണി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും അവൾക്ക് എന്ത് പദവി ഞാൻ കൊടുക്കേണ്ടതും തീരുമാനിക്കുന്നതും ഞാനാണ്, അല്ലാതെ നീയല്ല. ഇനി മേലാൽ ഇവളുടെ കാര്യത്തിൽ നീ ഇടപെടാൻ വരേണ്ട മനസ്സേ എന്ന രീതിയിലൊക്കെ പറയുന്നു. എന്തായാലും ഇവൾ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട, എന്തായാലും എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് കൃഷ് കൺമണിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. ആ സമയം അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ മനസ്സാകെ നാറിപ്പോവാണ് കേട്ടോ ചെയ്യുന്നത്. മനസ്സ് വിചാരിച്ച പോലെ നല്ല കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാനസയെ തന്നെയാണ് കേട്ടോ. മാനസയാണെങ്കിലോ ആൻറ്റിയമ്മയെ ചെന്ന് വിളിക്കുന്നുണ്ട്. ആൻറ്റിയമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? കൃഷി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവൾക്ക്, അതായത് കൺമണിക്ക് പുതിയൊരു ക്യാബിൻ അനുവദിച്ചു കൊടുത്തു ക്രിസ് സാഗറിൻ്റെ അടുത്ത് തന്നെ. എനിക്കിവിടെ ഒരു സ്ഥാനമില്ല, കൃഷിൻ്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ല, ഇപ്പോൾ ഓഫീസിൽ ഇല്ലാണ്ടായിരിക്കുന്നു എന്ന രീതിയിലൊക്കെ പറയുന്നു. അവൾക്ക് ഈ കമ്പനി വരെ എഴുതി കൊടുക്കുമെന്ന രീതിയിലാണ് കൃഷ് എന്നോട് സംസാരിച്ചത്. അത് ശരിയല്ലല്ലോ ആൻറ്റിയമ്മ എന്ന് പറയുന്നു. ഇപ്പോൾ അവരെന്താ പറയുക, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇവിടെ ഹണിമൂൺ ആക്കിയിരിക്കുകയാണ് ഈ കമ്പനി എന്ന് പറയുന്നു. നീ എന്തൊക്കെയാണ് മാനസി പറയുന്നത്? അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. നീ ഒരു ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്ന ഞാൻ ആദ്യമേ പറയുന്ന കാര്യം. ഇന്ന് എന്തായാലും സുജുവും സാഗറും കൂടി ജർമ്മനിയിലേക്ക് വൈകുന്നേരം പോവും. പിന്നെ നമ്മുടെ കയ്യിൽ തന്നെയല്ലേ പന്ത്. പിന്നെ എന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നത്? നീ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞേക്ക്. ഇതെല്ലാം തന്നെ ഒരു സ്വപ്നം പോലെ നീ മറന്നു കളഞ്ഞേക്ക്. നിനക്കുള്ളത് തന്നെയാണ് കൃഷ്, അതിന് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, കൃഷിനെ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും എന്ന് പറയുന്നു. ഒരിക്കലുമില്ല, കൃഷി നിനക്ക് സ്വന്തമായിട്ടില്ലെങ്കിൽ ഞാനാണ് ആത്മഹത്യ ചെയ്യുക എന്ന രീതിയിൽ ആൻറ്റിയമ്മയും പറയുന്നു. ആൻറ്റിയമ്മ, ഇത് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നതാണെന്ന രീതിയിലൊക്കെ മാനസിയോട് ആൻറ്റിയമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ആ ക്രിമിനൽ ലോയർ അങ്ങോട്ട് വരുന്നു കേട്ടോ. എന്ന് ചോദിക്കുന്നുണ്ട്, ക്രിസ് സാഗർ ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. സാഗറുണ്ട്, അനിയൻകുട്ട എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അനിയൻകുട്ടനൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ചെന്ന് അവരെ നേരിട്ട് കണ്ടോളാം എന്ന് പറയുന്നു. അങ്ങനെ അകത്തേക്ക് കയറി. പക്ഷേ ആൻറ്റിയമ്മയ്ക്ക് ഒരു പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ അയാളുടെ ഓവർ സ്മാർട്ട് കാണുമ്പോൾ. അതിനുശേഷം തന്നെ സുജുവും സാഗറും അവിടെ നിന്ന് ഇറങ്ങി വരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ഈ ലോയറിനെ കാണുമ്പോഴത്തേനും സാർ എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, സാഗറിനോടും അതുപോലെ ഈ സുജാതയോടും. എന്താ പിന്നെ, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയണമെന്നുണ്ടെന്ന് പറയുന്നു. സാറിന് എന്താണെന്ന് പറയുന്നു. പക്ഷേ ഇയാളാണെങ്കിൽ ഒരു വൃത്തികെട്ട രീതിയിൽ തന്നെ കൊലക്കേസുകൾ അന്വേഷിക്കുന്ന ഒരു ക്രിമിനൽ ലോയറാണ്. അതിനെക്കുറിച്ചൊക്കെ സുജാത അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ. എനിക്ക് കാശ് ആര് തരുന്നോ അയാളുടെ കൂടെ ഞാൻ നിൽക്കും. അത് എത്രയായാലും എൻ്റെ അച്ഛനെ കൊന്നിട്ട് അയാൾ എന്നോട് വാദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര കാശ് തരികയാണെങ്കിലും ഞാൻ അയാൾക്ക് വേണ്ടി വാദിക്കും. അങ്ങനെ ഒരു ശീലമാണ് എനിക്കുള്ളത്. എനിക്ക് ദൈവത്തെ ഒന്നും ഒരു പേടിയില്ല എന്ന രീതിയിലൊക്കെ അയാൾ സംസാരിക്കുന്നു കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം അറിയാനായിട്ട് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എത്ര മക്കളാണെന്ന് ചോദിക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കളാണ് ഉള്ളതെന്ന് പറയുന്നു. അല്ലല്ലോ, നിങ്ങൾക്ക് 30 വർഷം മുന്നേ ഒരു മകൻ കൂടി ഉണ്ടായിട്ടില്ല, ഒരു ആൺകുട്ടി എന്ന് പറയുന്നു. ജൂബിലി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേനും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ആ കുഞ്ഞ് എവിടെയാണെന്ന് ചോദിക്കുന്നു. ആ കുഞ്ഞ് പ്രസവത്തോടുകൂടി മരിച്ചുപോയി എന്ന് പറയുന്നു. അങ്ങനെ മരിച്ചിട്ടില്ലല്ലോ, റെക്കോർഡ് പ്രകാരം ആ ഹോസ്പിറ്റലിൽ ആ കുഞ്ഞ് മരിച്ചതായിട്ട് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും നിങ്ങൾ ഒരു കൊലക്കേസിന് ആ കുട്ടി എവിടേക്കാണ് പോയത്, നിങ്ങൾ എനിക്ക് ഉത്തരം പറയണം
പറയണം എന്ന രീതിയിൽ ആ ഒരു അഡ്വക്കേറ്റ് പറയുന്നു. അത് ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക? ആ കുട്ടിയാണെങ്കിലും അന്നൊരു നേഴ്സ് ഉണ്ടായിരുന്നു, ലാലി എന്ന് പറഞ്ഞിട്ട്. അവർ ഇന്നലെയും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരോട് പുതിയൊരു കഥാപാത്രം നിങ്ങൾ എടുത്തിരിക്കുകയാണോ ലാലി എന്ന് പറഞ്ഞിട്ട്? അങ്ങനെ ഒരാളേ ഇല്ല. ഞങ്ങൾക്കത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വേണ്ടാത്ത പണിക്കൊന്നും എത്താൻ നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉത്തരം തന്നോളൂ എന്ന് പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ജർമ്മനിയിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറയട്ടോ. നിങ്ങളുടെ മോളുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. നിങ്ങൾ എന്തായാലും പോയിക്കോളൂ, 15 ദിവസം കൊണ്ട് നിങ്ങളിവിടെ തിരിച്ചെത്തിയിരിക്കണം. എന്നിട്ട് എനിക്ക് വേണ്ട ഉത്തരം നിങ്ങൾ തരണം. ഞങ്ങൾ ഇതിൻ്റെ ഒരു അന്വേഷണത്തിലാണെന്ന രീതിയിലൊക്കെ സംസാരിക്കാട്ടോ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ അഡ്വക്കേറ്റ് പറയുന്നു. എന്തായാലും യാത്രയൊക്കെ മുടക്കണ്ട, യാത്ര നടക്കട്ടെ, എന്തായാലും ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് അത് പോകുന്നു കേട്ടോ. അപ്പോഴത്തേനും സുജുവിനും സാഗറിനും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. സാഗർ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. അപ്പോഴത്തേനും ആൻറ്റിയമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി, എന്തൊക്കെയാണ് ഇവരുടെ രീതിയിൽ. അതായത് ആ ലാലി വന്നത് എന്തൊരു ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത് മനസ്സിലാവുക കേട്ടോ ചെയ്യുന്നത്. പിന്നെയും കൃഷ്ണയാണ് കാണിക്കുന്നത്. കൃഷ്ണ ക്യാബിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ കൺമണി അങ്ങോട്ട് വരുന്നു കേട്ടോ. സാർ എന്ന് വിളിച്ച് വരുന്നു. ആ കൺമണി, എന്താ കൺമണി, എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കുന്നു. സാർ എന്ത് പണിയാണ് കാണിച്ച്? ആ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാനസ മേഡത്തെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. മേഡം ഒരിക്കലും ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. വളരെ വെളുത്ത് നിൽക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ നാറിപ്പോയില്ലേ. പിന്നെ അവൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അവൾ നിന്നോട് കാണിച്ചതിന് എന്തെങ്കിലും ഒരു പ്രതികാരം എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അന്ന് നിന്നോട് അവൾ ഒരുപാട് നിന്നെ ഇറക്കി വിട്ടില്ലേ, അതിൻ്റെ പ്രതികാരമായിട്ട് നീ ഇത് കൂട്ടിയാൽ മതി എന്ന് പറയുന്നു. അതൊന്നും സാരമില്ലായിരുന്നു സാർ, എന്നാലും മേഡത്തിന് ഇങ്ങനെ ഒരു അപമാനം അത് പാടില്ലായിരുന്നു. സാറ് പോയിട്ട് മേഡത്തോട് സോറി പറയണം. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെ ഒരാളുടെ ആക്ഷേപത്തിൽ തിരിച്ചു പോവേണ്ടി വരുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ നല്ലോണം അറിഞ്ഞവളല്ലേ ഞാൻ. അതുകൊണ്ടാണ് സാർ എന്തായാലും അവളോട് സോറി പറയണമെന്ന് പറഞ്ഞു. ആ ബെസ്റ്റ്, കൺമണിയോട് സോറി പറയാനോ അങ്ങനെയൊന്നും മാനസിയോട് സോറി പറയാനൊന്നും എന്നെ കിട്ടില്ല കൺമണി എന്ന് പറയുന്നു കേട്ടോ. എന്താ സാർ, ഇങ്ങനെ സത്യസന്ധമായിട്ട് ചിന്തിച്ച എങ്ങനെയാണ് കൺമണി? പിന്നെ ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ സോറിയൊക്കെ പറയാം, പക്ഷേ എനിക്കൊരു കാര്യം തരണം, എനിക്കെന്ത് തിരിച്ചു തരുമെന്ന് ചോദിക്കുന്നു. സാറിന് എന്താ വേണ്ടതെന്ന് ചോദിക്കും. എനിക്കൊരു ഉമ്മ തരണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സാർ ഇത് കമ്പനിയാണ്, ഇത് ഓഫീസാണ്, എന്താ സാർ ഈ പറയുന്നതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. എന്നാലേ ഞാൻ പറയൂ, അല്ലെങ്കിൽ ഞാൻ പറയില്ല എന്ന് പറയുന്നു. അങ്ങനെ കൺമണി കൃഷിനെ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നു കേട്ടോ. ഇത് കാണുന്ന കൃഷി തിരിച്ചും കൺമണിയെ കവിളത്ത് മാറി മാറി ഉമ്മ വയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു കേട്ടോ. എന്തായാലും ഞാൻ ചെന്ന് പറയാം, നീ ഇത്രയൊക്കെ എന്നോട് പറഞ്ഞതല്ലേ, ഇനി കേട്ടില്ല എന്ന് വേണ്ട, ഞാൻ വേഗം പോയിട്ട് മാനസിയോട് സോറി പറഞ്ഞിട്ട് വരാട്ടോ കൺമണി, എൻ്റെ കൺമണി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവാട്ടോ ചെയ്യുന്ന കൺമണിക്ക്. അപ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. എനിക്കൊരു നല്ലൊരു ഭർത്താവിനെയാണ് ദൈവം തന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാനസ അങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം ആ കല്യാണം നടന്ന് താലി കെട്ടിയ കാര്യങ്ങളും അതുപോലെ തന്നെ കൃഷി അവളെ ചേർത്ത് പിടിച്ചതും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതും എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് കൃഷി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് വിശേഷം കഴിഞ്ഞത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് വീണ്ടും കാണാം.